ഹായ് ഗൈസ്. സെക്കൻഡ് പാർട്ട് മൂവീസ് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യത്തും സെക്കൻഡ് പാർട്ട് മൂവീസും തേർഡ് പാർട്ട് മൂവീസൊക്കെ ആയിട്ട് സീക്വൽസ് ഒക്കെ ഇറങ്ങാറുണ്ട്. ഇന്ത്യയിൽ മിക്കതും ഇപ്പോൾ ബാഹുബലിയും KGF ഒക്കെ ഒഴിച്ചെടുത്താണ് അങ്ങനത്തെ ക്യാരക്ടർ ആ സ്റ്റോറി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റോറി ഒരു പടത്തിൽ തീർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് സെക്കൻഡ് പാർട്ടിലേക്ക് പോകുക എന്നൊരു സീക്വലിനെ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു സ്റ്റോറി ഫസ്റ്റ് പാർട്ടിൽ തീർന്നു, എന്നാൽ ആ സിനിമ വളരെ വലിയൊരു വിജയമായി. ഇപ്പോൾ സാമി, അതുപോലെ തന്നെ നമ്മുടെ സിംഗം സീരീസൊക്കെ എടുത്ത് നോക്കാം. അതൊക്കെ സ്റ്റോറി ഒരു സിനിമയിൽ തീർന്നു, പക്ഷേ ഇൻ ആ സിനിമയ്ക്ക് ഒരു സർപ്രൈസ് ഫാൻ ബേസ് ഉണ്ടായി. അപ്പോൾ മാരിയൊക്കെ സിനിമ എടുത്ത് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ വളരെ വലിയ ഹൈപ്പോട് കൂടിയായിരിക്കും വരുന്നത്, പക്ഷെ ചുരുക്കം ചില സിനിമകൾ മാത്രമേ വിജയിക്കാറുള്ളൂ. ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞിട്ട് പിന്നെ ആ കഥ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സീക്വൽസിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു പുതിയ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ കുറേ സെക്കൻഡ് പാർട്ട് മൂവീസൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിന് മുകളിൽ പോയില്ല എന്നുള്ള ഒരു സെഗ്മെൻറ്റാണ് ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ മാരി 2 എന്ന സിനിമയെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ധനുഷിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി കൾട്ട് സിനിമയാണ് മാരി. ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് വലുതായിട്ട് വിജയമൊന്നും ആയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട്. എനിക്കും ഈ സിനിമ വളരെയധികം ഇഷ്ടമാണ്. ഈ സിനിമ ഇത് അടുത്താണ് ഫ്ലോപ്പായിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ മാരി എന്ന സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് എടുക്കാൻ വരെ ഇവർ ഈ ഒരു ഫാൻ ബേസ് കാരണം തീരുമാനിക്കുകയാണ്. 2015 റിലീസായ മാരിക്ക് 2018 മാരി 2 എന്ന സെക്കൻഡ് പാർട്ട് ഇറങ്ങുകയാണ്. എന്നാൽ ആ സിനിമയും ഫ്ലോപ്പ് ആവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ എടുക്കാം മാരി 2 മൂവി അനാലിസിസ്. നമുക്കാദ്യം മാരി 1 തന്നെ എടുത്ത് നോക്കാം. മാരി 1 എന്ന സിനിമ അന്ന് വരെ നമ്മൾ തമിഴ് സിനിമയൊന്നും കണ്ടിട്ടുണ്ടാകാത്ത അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. ഒരു ഗ്യാങ്സ്റ്റർ സിനിമ എന്നതിലുപരി ഒരു ആക്ഷൻ കോമഡി ജോണറിലും കൂടി വരുന്ന ഒരു സിനിമയായിരുന്നു അത്. നമ്മൾ കേരളത്തിലൊക്കെ ഭയങ്കര ഫാൻ ബേസൊക്കെ ഉണ്ട്, ഇപ്പോഴും ഭയങ്കര ഫാൻ ബേസൊക്കെ ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ആ ഒരു അന്നത്തെ പ്രേക്ഷകർക്കൊന്നും ഈ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കിപ്പോഴും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് മാരി 1 എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയിലെ ഫൈറ്റ് സീൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോങ്സ് ആയിക്കോട്ടെ, എല്ലാം പൊളിയാണ്. പക്ഷെ മാരി 2 എന്ന സിനിമയിലേക്ക് നമുക്ക് കിടക്കാം. ആ സിനിമയിലേക്ക് കിടക്കുകയാണെങ്കിൽ മാരി എന്ന ക്യാരക്ടർ ഫസ്റ്റ് പാർട്ടിലൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതായത് ഇന്നേ വരെ തമിഴ് സിനിമ കണ്ടില്ലാത്ത ആ ഒരു ക്യാരക്ടറിന് ഒരു നാടിനെ രക്ഷിക്കാനോ അങ്ങനത്തെ ഒരു സംഭവമൊന്നും ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ സാധാ ഒരു ഗ്യാങ്സ്റ്റർ സിനിമ എടുത്ത് നോക്കാം. ആ ഗ്യാങ്സ്റ്റർ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കുറച്ചൊന്ന് കഴിയുമ്പോൾ നായകൻ നന്നാവും. ഇപ്പോൾ ജില്ലാ സിനിമയ്ക്ക് എടുത്ത് നോക്കാം നമുക്ക്. പക്ഷേ മാരി 2 എന്ന സിനിമയിൽ നായകൻ നന്നാവുന്നില്ല. അവസാനം വരെ അതേ ക്യാരക്ടർ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പാതിക്ക് നന്നായെന്ന് തോന്നുമ്പോഴേക്കും ക്ലൈമാക്സിൽ വീണ്ടും അതേ ക്യാരക്ടർ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. അതുള്ളൊരു സിഗ്മ ഗൈഡ് പോലെയൊക്കെയാണ് ആ ക്യാരക്ടറിൻ്റെ കാണിച്ചിട്ടുള്ള ക്ലൈമാക്സ് ഒക്കെ കണ്ടാൽ ഒരു സിഗ്മ ആയിട്ടാണ് മാരി ഉള്ളത്. പക്ഷെ ഇതിൽ സെക്കൻഡ് പാർട്ടിയൊക്കെ വരികയാണെങ്കിൽ മാരി കുടുംബമായിട്ടും ഫാമിലിയായിട്ടും മാരിക്കൊരു മകൻ പേരുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാരി എന്ന ക്യാരക്ടറിനെ ഇത് മാരി എന്ന ഫസ്റ്റ് പാർട്ട് നമ്മളെടുത്ത് നോക്കുക. അതിൽ കാജൽ അഗർവാൾ എന്ന നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെയധികം കളക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് മറ്റൊരു ഏതോ യൂണിവേഴ്സിൽ നടക്കുന്ന പോലത്തെ ഒരു കഥയായിട്ടായിരുന്നു മാരി 2 സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ കാഞ്ചനയൊക്കെ എടുത്ത് നോക്കില്ലേ. അപ്പോൾ അതൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന സ്റ്റോറിയാണ്. ഫസ്റ്റ് പാർട്ടായിട്ട് സെക്കൻഡ് പാർട്ടിന് ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് മാരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ഡയറക്ടർ വിചാരിച്ചത് ഈ ഒരു മാരി എന്ന സിനിമയ്ക്കാണ് ഫാൻ ബേസ് എന്നാണ്. പക്ഷേ ഓഡിയൻസിന് മാരി എന്ന സിനിമയേക്കാൾ മാരി എന്ന ക്യാരക്ടറിനെയായിരുന്നു ഇഷ്ടം എന്ന് പറയുന്നത്. അത് ഡയറക്ടർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അതേ ഒരു തോന്നിയ പോലത്തെ സ്ക്രിപ്റ്റ് എഴുതി അതിന് മാരി 2 എന്നും പേരിട്ട് കൊടുത്തു. ശരിക്കും ധനുഷിൻ്റെ മാരി എന്ന ഐക്കോണിക് ക്യാരക്ടറിനെ നശിപ്പിച്ചെന്ന് തന്നെ പറയാം ഡയറക്ടർ. മാരി എന്ന ക്യാരക്ടറിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ നായകൻ നന്നായിട്ടുണ്ട് ക്ലൈമാക്സിലൊക്കെ ആകുമ്പോൾ. പക്ഷേ മാരി 1 നമുക്ക് കിട്ടിയ ഫീല്, ആക്ഷൻ കോമഡി ഫീല് ഇതിൽ കിട്ടിയില്ല. മാത്രമല്ല ഈ ഒരു സിനിമ കുറച്ചൊക്കെ കഴിയുമ്പോൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളതൊക്കെയാണ് തോന്നുന്നത്. അതുകൊണ്ട് കൂടിയാണ് സിനിമ നമുക്ക് മിക്കവർക്കും ഇഷ്ടപ്പെടാഞ്ഞത്. മാത്രമല്ല അനാവശ്യമുള്ള സിറ്റുവേഷനിലൊക്കെ സോങ് ഉണ്ടാക്കിയേക്കുക. പിന്നെ സായി പല്ലയുടെ ക്യാരക്ടർ അൾട്ടിമേറ്റ് വെറുപ്പിക്കലായിരുന്നു സിനിമയിൽ. ഫസ്റ്റ് പാർട്ടിൽ കാജൽ അഗർവാൾ വരെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതിൽ സായി പല്ലവിയുടെ ക്യാരക്ടർ വെറുപ്പിച്ച് കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ടൊവിനോയുടെ ക്യാരക്ടർ. ടൊവിനോ ഈ സിനിമയ്ക്കുള്ള വളരെ ഒരു ഹൈപ്പായിരുന്നു എന്ന് തന്നെ പറയാം. ടൊവിനോയുടെ ആ ലുക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കിടു ലുക്കായിരുന്നു ടൊവിനോ വില്ലനായിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ വിജയേശ്വാസ് എന്ന ഇമ്പാക്റ്റ് പോലും ടൊവിനോനെ കൊണ്ട് ഈ സിനിമയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ എത്തുമ്പോൾ ആ ക്യാരക്ടറിനെ ഈ ഒരു ടൊവിനോ ചെയ്യുന്ന ക്യാരക്ടറിനെ മൊത്തത്തിലങ്ങ് ഷിഫ്റ്റ് ചെയ്ത് ഒരു നശിപ്പിച്ച് തന്നെ കളഞ്ഞു എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് ഒരു ട്രാക്കും സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് പാർട്ട് മാരി സീക്കലും സെക്കൻഡ് ഹാഫ് ഏതോ അസുരനോ ഏതാണ്ട് സിനിമ കാണുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. മാരി ഓട്ടോ ഡ്രൈവറൊക്കെ ആയിട്ട് മാരി വീണ്ടും മാരി ഓട്ടോ ഡ്രൈവറൊക്കെ ആയിട്ട് നടക്കുന്നത്. പക്ഷേ ഇതിലാണെങ്കിൽ വേറെ ഒരു ഇമോഷണൽ സിനിമ കാണുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതൊക്കെയാണ് പ്രേക്ഷകർക്ക് ആ മാരി എന്ന ക്യാരക്ടറിന് ആയിരുന്നു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. ആ മാരി എന്ന ക്യാരക്ടറിന് ചില ഐക്കോണിക് ആയ സംഭവങ്ങളുണ്ട്. പക്ഷേ അത് ഈ സിനിമയിൽ കിട്ടിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഈ ഒരു സിനിമ മാരി വണ്ണിനേക്കാൾ താഴെയായിട്ട് നമുക്ക് തോന്നുന്നത്. അല്ല, മാരി 2 സിനിമയെ വെച്ചിട്ടുള്ള പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് മാരി വണ്ണിൻ്റെ 7 പോലും വയ്ക്കാൻ പറ്റാത്തൊരു സിനിമയാണ് മാരി 2 എന്ന സിനിമ. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് മൂവി ആയിട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമ തന്നെയാണ് മാരി 2. അപ്പോൾ ഞാനീ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം മാരി 2 മാരി ഫസ്റ്റിൻ്റെ 7 പോലും എത്താത്തത്. അപ്പോൾ ഇതാണ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 50 ലൈക്കാണ് ഈ വീഡിയോ ടാർഗറ്റ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സെക്കൻഡ് പാർട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെയുള്ള മറ്റ് മൂവീസൊക്കെ എങ്ങനെ ഫ്ലോപ്പ് ആയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് പാർട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. ഈ കണ്ടൻറ്റ് റീച്ച് കിട്ടിയാൽ ഈ വീഡിയോയ്ക്ക് ഒരു 50 ലൈക്കൊക്കെ ആയാൽ നമ്മൾ ആ വീഡിയോ എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം വരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ബൈ.